ഇതിനൊക്കെ എന്താ വില? വില നോക്കിയിട്ട് കാര്യമുണ്ടോ? ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ? എന്താ ഉണ്ടായത്? നിങ്ങളൊന്ന് തെളിച്ച് പറയണി. പൂച്ച കഴിച്ചോ? അതൊന്നുമല്ല, ആ പൂച്ച ഓളെ കുറിച്ച് നോക്കിയെന്ന്. പൂച്ച നോക്കിയോ? അതിനിങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കാൻ പിരാന്നുണ്ടോ? മനുഷ്യനെ വിലക്കെടുത്താൻ അതങ്ങനെ അങ്ങനെ പിരാന്ത് മാത്രമായിട്ട് കാണാൻ പറ്റില്ല ഹൈബ്രോ. നമ്മളിങ്ങനെ കുറെ കാലം വിശ്വസിച്ചില്ലേ? എന്നിട്ട് ജുമാക്ക് കുട്ടുപാടി മൗലിന് പറഞ്ഞത് കേട്ടില്ലേ? കറുത്ത പൂച്ച, കറുത്ത നായ, പുസ്തകം ഒക്കെ ശൈത്താനാണ്. നായ്ക്കൾ ബാങ്ക് കേൾക്കുമ്പോൾ ഓരിയിടുന്നത് അവ പിശാചുക്കൾ ആയതുകൊണ്ടാണ്. അതിന് പൗലോസ് എന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ശരീരാന്തരത്തിനെ കുറിച്ച് തന്നെ നല്ല തമാശ. അതിനിപ്പോ പ്രത്യേകിച്ച് കാരണം വരുന്നുണ്ടേനാ? ഓ ഇന്നലെ പാലുപാത്രം കഴിക്കുന്നുണ്ട് തിളച്ച വെള്ളം ശ്രദ്ധയില്ലാണ്ട് പുറത്തേക്ക് ഒഴിച്ചതാ. ഇപ്പൊ തോന്നുന്നത് അത് കുഴപ്പമായില്ല. ജിന്നുകൾ പല കാരണവശാലും മനുഷ്യരെ ഉപദ്രവിക്കും. അവർക്ക് ദേഷ്യം വന്നാൽ മനുഷ്യനെ കൊല്ലുക തന്നെ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ജിന്നുകൾക്ക് പരിക്കേൽക്കാനിടയുണ്ട്. നാം മേശ വലിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് കാണാനാവാത്ത ജിന്നുകൾ അതിനിടയിൽ കുടുങ്ങിപ്പോകാനിടയുണ്ട്. ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോഴും കല്ലെറിയുമ്പോഴും വടി വീശുമ്പോഴുമൊക്കെ ജിന്നുകൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതി ജിന്നുകൾ നമ്മെ അറ്റാക്ക് ചെയ്യും. ഇഷ്ടം പൗലിന്റെ അടുത്ത് ഒന്ന് പോയിട്ട് വാ.